കോഴിക്കോടത്തെ കറക്കം കഴിഞ്ഞ് നമ്മൾ ആലുവയിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴ് കിച്ചണിലാണ്. നൈറ്റോട്ട് വരാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇവിടെ. താഴെ ഓൾമോസ്റ്റ് ഫുള്ളാണ്. അപ്പോൾ മുകളിൽ ഇരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ മണ്ടത്തരം വായിച്ചിട്ടാണ് പുള്ളിക്കാരി ചിരിക്കുന്നത്. ഡിന്നർ ഡേറ്റിന് വന്നിരിക്കുകയാണ്. സിംഗിൾ ഇത് മേക്കപ്പ് ഇല്ലാത്ത കോലാണ്, മേക്കപ്പ് ഇല്ലാത്ത ഫിൽറ്റർലെസ് ആൻഡ് മേക്കപ്പ്ലെസ്. അങ്ങനെ ഇന്നത്തെ സ്പെഷ്യലിൽ നമ്മൾ നോക്കിയപ്പോൾ ചട്ടിച്ചോറ് ശ്രദ്ധിച്ചായിരുന്നു. അപ്പോൾ അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയേക്കുവാണ്. അപ്പോൾ അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് ഓർഡർ ചെയ്യാനാണ്. ചില ഫ്രണ്ട് 2 കപ്പിൾസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഫുഡ് കഴിക്കുമ്പോൾ നല്ല വർത്താനം പറയുമോ? അതുമില്ല. അവൾ എന്തൊക്കെയോ വൃത്തികേടൊക്കെ ഇരുന്ന് പറയുന്നു ഗേസ്. അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ടോപ്പിലപ്പോൾ ഇങ്ങനെ ഒരു ആംബിയൻസ് ആണ്. പിന്നെ ചട്ടിച്ചോറില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇത് വാങ്ങി അൽഫാം കഴിച്ചു. പക്ഷേ ഞാൻ ഫുള്ള് കഴിച്ചില്ല, എന്നാൽ എനിക്ക് പനിയായിരുന്നു. അതും അത്യാവശ്യം കഴിച്ചു, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 2 കോഫി വാങ്ങി. ഗൈസ് നല്ല കഞ്ഞി കോലമാണ്, രണ്ടുപേർക്കും സഹകരിക്കണം. എനിക്ക് പനിയും പിടിച്ച് ഇവള് 2 ദിവസം കുളിച്ചതും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നീ അതിന് നല്ലൊരു ഓക്കെ. ഇപ്പോഴത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട്, മീൻസ് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു തരും. ഒരു ടിപ്പ് മതി. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് കിട്ടിയാൽ പോരെ. അല്ലാണ്ട് ഒരു പോയിന്റ് നിനക്ക് ആരെങ്കിലും പറഞ്ഞു തന്നതോ എന്തെങ്കിലുമൊക്കെ. ഇപ്പം എനിക്ക് നിന്റെ ക്യാരക്ടർ അറിയാം, നീ എങ്ങനെയാണെന്ന് അറിയാം. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നിന്റെ എന്തെങ്കിലും ഒരു വൃത്തിയുടെ സ്വഭാവം ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ വല്ലാണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് അല്ലാതെ നീ എങ്ങനെയാണെന്ന് ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ തീരും. തൊട്ടേനും പിടിച്ചേനും ഒക്കെ അടി കുറച്ച് വിവരമൊക്കെ ഉണ്ടായിട്ട് വിചാരിച്ചല്ല. എവിടെന്നാ കോപ്പി അടിച്ചതാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും വരുന്നതല്ല. വായന ഫുള്ള് വൃത്തിയോട് മാത്രമേ വരുള്ളൂ. അങ്ങനെയല്ല. ഇപ്പൊ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയാം, ഇപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന, ഇപ്പം നമ്മൾ ഇങ്ങനെ ഇത്രയും കണക്റ്റഡ് ആയതുകൊണ്ട് നീ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാലും എനിക്കത് ചിലപ്പോൾ കുറച്ചൊക്കെ ഫീലാവും. എന്നാലും ഞാൻ നിന്റെ അടുത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരാളെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് അക്സെപ്റ്റ് ചെയ്ത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനിപ്പം നിന്റെ അടുത്ത് പാവം കൊച്ചിന് പറഞ്ഞെടുക്കാൻ പറ്റിയില്ല. പറഞ്ഞോ, ഇങ്ങോട്ട് മാറിക്കുന്നൊക്കെ പറഞ്ഞതാ. എന്താന്ന് വെച്ചാൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്നറിയോ, ഇപ്പൊ ചിരിപ്പിക്കാതെ ഇപ്പോ ഞാൻ നിന്റെ അടുത്ത്, നമ്മളിപ്പോ ഫ്രണ്ട്സാണ്, അപ്പൊ നിന്റെ അടുത്ത് എനിക്കൊരു ലിമിറ്റ് വെക്കാതെ സംസാരിക്കാൻ പറ്റും അല്ലേ. പക്ഷെ ഞാനൊരു ഓഫീസിലിരിക്കുമ്പോൾ ഒരാളുടെ ഒഫീഷ്യലായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ലാങ്ങും ഇതൊന്നും ഇങ്ങനെ ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് നിൽക്കണം. ചിലർക്ക് നമ്മളെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ചിലർക്ക് പറ്റത്തില്ല. അതെന്തുകൊണ്ട് പറ്റത്തില്ല? ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നമ്മളൊരു ഫ്രണ്ട്സ് പോലെ ആയിരിക്കണം അല്ലേ, നല്ലൊരു ഫ്രണ്ട്സ് പോലെ. എൻ്റെ ഒരു ഇത് നമുക്ക് എന്ത് ഓപ്പൺ, നമ്മൾ അങ്ങനെയാണ്, സെൻസിലെടുക്കാൻ പറ്റണം. നമ്മൾ എങ്ങനെയാണോ ചെയ്യേണ്ടത് ചില ചർച്ചകളോടാണ് നമ്മൾ എങ്ങനെയാണോ അതുപോലെ ഒരു ഹോംലി ഫീല് പോലെ നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളത് പറ്റിയ റിലേഷൻഷിപ്പ്. ഞാനിപ്പോ നിന്നെ പട്ടിന്ന് വിളിച്ചാൽ എന്നെ തെണ്ടി പിടിച്ചു കളിക്കത്തില്ലേ, അതുപോലത്തെ ഒരു വൈബുള്ള റിലേഷൻ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ടൈമിലേക്ക് നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിച്ച് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ ഈ ഒരു ഏരിയയിൽ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു, കാരണം അത്രയ്ക്ക് തിരക്കൊന്നുമില്ല, നല്ല ഒരു വൈബാണ്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ചൊക്കെ നടക്കുവാണ്. പക്ഷെ നന്നായിട്ട് ഉപദേശിക്കാൻ ബെസ്റ്റ് ആളാണ് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്തായാലും നമുക്കത്ര പോസിബിൾ ആയിരിക്കത്തില്ല അല്ലേ. ഇപ്പൊ നീ എന്ത് ചെയ്താൽ. അങ്ങനെ ഇന്നത്തെ ഈ ഒരു നൈറ്റ് ഔട്ട് അവസാനിച്ചിരിക്കുകയാണ്.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.